നമസ്കാരം. മലയാളം കേട്ടിട്ടുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഇന്നിവിടെ ഈ വീഡിയോ കാണുവാൻ സാധിക്കുന്നത്. കേട്ടിട്ടിൻ്റെ 1, 2, 3 എല്ലാ വിഭാഗക്കാർക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് വരാൻ സാധ്യത തന്നെയുണ്ട്. കൃത്യമായിട്ട് എല്ലാവരും അത് മനസ്സിലാക്കി തന്നെ പഠിക്കുക. ചോദ്യം 1. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻസ്: കൃഷ്ണലീല, കൃഷ്ണപ്പാട്ട്, കൃഷ്ണകഥ, കൃഷ്ണഘാതം. ആൻസർ ഓപ്ഷൻ ബി ആണ്, കൃഷ്ണപ്പാട്ട് ആണ് കറക്റ്റായ ആൻസർ. ചോദ്യം 2. കേരളപാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ: AR രാജഗോപാലൻ, VT ഭട്ടതിരിപ്പാട്, AR രാജരാജവർമ്മ, ഉള്ളൂർ S പരമേശ്വരയ്യർ. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റായ ആൻസർ, AR രാജരാജവർമ്മ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ചിലപ്പോൾ സർവീസിലിരിക്കുന്ന അധ്യാപകരെ സംബന്ധിച്ച് ചോദിക്കുവാനും സാധ്യതയുള്ളത്. ചോദ്യം 3. ഒരൊറ്റ കൃതി കൊണ്ട് മലയാള സാഹിത്യത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ കവി ആര്? കുഞ്ചൻ നമ്പ്യാർ, ഉണ്ണായി വാര്യർ, പൂന്താനം, മേൽപ്പത്തൂർ. ആൻസർ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഉണ്ണായി വാര്യർ. ഉണ്ണായി വാര്യരുടെ ആ കൃതി ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? നളചരിതം, ആട്ടക്കഥയാണ് കൃതി. ഇനി ആട്ടക്കഥ എന്ന് പറഞ്ഞാൽ എന്താണ്? കഥകളിയുടെ സാഹിത്യരൂപവുമാണ്. അതും കൂടി മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം: ലോകത്തെ സംബന്ധിച്ചത് ഒറ്റപ്പദം എന്താണ്? അലൗകികം, സാമാന്യം, ലൗകികം, വിശേഷം. ലോകത്തെ സംബന്ധിച്ചത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ? ഓപ്ഷൻ സി ആണ്, ലൗകികം. കേട്ടിട്ട് 1, 2 വിഭാഗക്കാർക്ക് പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നതാണ്. തിണ്ണം എന്ന വാക്കിൻ്റെ അർത്ഥം ശക്തി, അറിവ്, ഭയം, വേഗം. തിണ്ണം എന്ന് കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. വേഗം എന്നാണ് അതിൻ്റെ ആൻസർ, കറക്റ്റായിട്ടുള്ള ആൻസർ. 6ാമത്തെ ചോദ്യം: കില്ല് എന്ന വാക്കിൻ്റെ അർത്ഥം. കില്ല് എന്താണ്? ഉറപ്പ്, സംശയം, സങ്കടം, കോപം. ഇതും പ്രധാനമായിട്ടും കേട്ടിട്ട് 1കാർക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. കില്ല് എന്നാൽ സംശയം എന്നാണ് ആൻസർ. അതിൻ്റെ അർത്ഥം സംശയം എന്നാണ്. ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം എന്താണ്? അളകം. അളകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താണ്? കണ്ണാടി, കുറുനിര, ആഭരണം, പൂവ്. അളകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അത് തെറ്റിപ്പോവാറുണ്ട്. എല്ലാവരും അളകം ആഭരണമാണോ എന്ന് സംശയിക്കാറുണ്ട്. പക്ഷേ അളകം എന്ന് പറഞ്ഞാൽ എന്താണ്? കുറുനിര എന്നാണ് അർത്ഥം. ആൻസർ ഓപ്ഷൻ ബി ആണ്. 8ാമത്തെ ചോദ്യം എന്താണ് നമുക്ക് നോക്കാം. ഹരിനാമ കീർത്തനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? നമുക്കെല്ലാം പരിചിതമായൊരു കവിയുടെ കൃതിയാണ് ഹരിനാമ കീർത്തനം. ഹരിനാമ കീർത്തനം എഴുതിയതാരാണ്? പൂന്താനമാണോ? മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയാണോ? എഴുത്തച്ഛൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അല്ലേ? ഓപ്ഷൻസ് അവിടെ ഇച്ചിരി മിസ്റ്റേക്ക് ഉണ്ട്. നമുക്ക് എഴുത്തച്ഛൻ എന്നും വന്നിട്ടുണ്ട്, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്നും വന്നിട്ടുണ്ട്. അപ്പം ഏതെങ്കിലും ഒരെണ്ണം എഴുത്തച്ഛൻ എന്ന് വന്നാലും കറക്റ്റാണ്, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് പറഞ്ഞാലും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ നമുക്കിതിപ്പോൾ ഏതാണോ ഓപ്ഷനില്ലാത്ത വന്നത്, ചിലപ്പോൾ എഴുത്തച്ഛൻ എന്ന് മാത്രമേ വരികയുള്ളൂ, ചിലപ്പോൾ ഇങ്ങനെ വിശദീകരിച്ച് വരാം. അപ്പോൾ സി ഓർ ഡി ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. സിയോ ഡിയോ ഇതിൻ്റെ ആൻസറായിട്ട് വരാം. ഓപ്ഷനിൽ നമ്മുടെ പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ 2 രൂപത്തിലും ഉണ്ടാവില്ല, ഏതെങ്കിലും ഒരെണ്ണമേ ഉണ്ടാവുകയുള്ളൂ. 9ാമത്തെ ചോദ്യം എന്താണ്? കിള്ളിക്കുറിശിമംഗലം ആരുടെ ജന്മസ്ഥലമാണ്? എഴുത്തച്ഛൻ, വള്ളത്തോൾ, കുഞ്ചൻ നമ്പ്യാർ, കുമാരനാശാൻ. കിള്ളിക്കുറിശിമംഗലം ആരുടെയാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമാണ് കിള്ളിക്കുറിശിമംഗലം. അടുത്തത് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? പൂന്താനം, എഴുത്തച്ഛൻ, ചെറുശ്ശേരി, രാമപുരത്ത് വാര്യർ. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ഓപ്ഷൻ ബി ആണ്,
എഴുത്തച്ഛൻ തന്നെയാണ് ഭക്തി പ്രസ്ഥാനത്തിൻ്റെയും ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത്. കൂടാതെ മലയാള ഭാഷയുടെ പിതാവ് ആരെന്ന് ചോദിച്ചാലും എഴുത്തച്ഛനാണ്. ഇതൊക്കെ സിമ്പിളായ ക്വസ്റ്റ്യൻസാണ്. സർവീസിലിരിക്കുന്ന അധ്യാപകരെ സംബന്ധിച്ച് ചിലപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കാം ചോദിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം 11. നളചരിതം ആട്ടക്കഥയ്ക്ക് ആസ്പദമായ കൃതി ഏത്? മഹാഭാരതം, നളോപാഖ്യാനം, രാമായണം, ഭാഗവതം. എൻ്റെ ആൻസർ നളചരിതമാട്ടക്കഥയ്ക്ക് ആസ്പദമായ കൃതിയാണ്. ആ പേര് പോലെ തന്നെ നളോപാഖ്യാനം എന്നാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. 12. നളചരിതം എന്ന കൃതി ഏത് പർവ്വത്തിലേതാണ്? ഓരോ അധ്യായങ്ങളെയും തിരിച്ചിരിക്കുന്നത് നളചരിതമാട്ടക്കഥയിൽ പർവ്വങ്ങളായിട്ടാണ്. അപ്പോൾ ഏത് പർവ്വത്തിലെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, വനപർവ്വം. വനപർവ്വത്തിലെയാണ് നളചരിതം ആട്ടക്കഥ. അടുത്ത ചോദ്യം 13. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? നമുക്ക് സംശയം വരും, ഇന്ദുലേഖയാണോ കുന്തലതയാണോ എന്നുള്ളത്. 2 ഓപ്ഷനും ഇതിനകത്തുണ്ട് അല്ലേ. മാർത്താണ്ഡവർമ്മയും ശാരദയും എല്ലാം നമുക്കറിയാം. അത് രണ്ടും ഒരു ചരിത്ര നോവലാണ്. CV രാമൻ പിള്ളയുടെ ചരിത്ര നോവലുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ഓപ്ഷൻ ഇവിടെ ഉണ്ട്. മാർത്താണ്ഡവർമ്മയും ശാരദയും രാമരാജ ബഹദൂറും ധർമ്മരാജയും ഒക്കെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ നോവൽ ഏതാണെന്നൊരു ചോദ്യവും വരാം, ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാണ് എന്ന ചോദ്യവും വരാം. അപ്പോൾ വെറുതെ സാധാരണ ചോദിക്കുകയാണ് മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം കുന്തലത. അതാരുടെയാണ്? അപ്പു നെടുങ്ങാടിയുടേതാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. ഇനി മറ്റൊരു ചോദ്യം എങ്ങനെ വരാം? മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ദുലേഖ. അത് ആരാണ് എഴുതിയിരിക്കുന്നത്? ചന്തുമേനോൻ അല്ലേ. ചന്തുമേനോൻ്റെ ഇന്ദുലേഖയാണ് ലക്ഷണമൊത്ത നോവൽ. അപ്പോൾ അതിനകത്തൊരു വാക്ക് ലക്ഷണമൊത്ത എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അടുത്ത ക്വസ്റ്റ്യൻ, കുമാരനാശാൻ്റെ നളിനിക്ക് AR രാജരാജവർമ്മ എഴുതിയ അവതാരിക. നളിനി പ്രവേശം, കാന്താരതാരകം, കാവ്യരചന, സാഹിത്യചിന്ത. ഏതാണ്? AR രാജരാജവർമ്മ എഴുതിയ അവതാരിക ഏതാണ്? കാന്താര താരകം. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. AR രാജരാജവർമ്മ രചിച്ച സംസ്കൃത മഹാകാവ്യം ഏതാണ്? സംസ്കൃതത്തിലാണ് അദ്ദേഹം ഒരു മഹാകാവ്യം രചിച്ചത്. ഏതാണ്? കേരളപാണിനീയം, ആംഗല സാമ്രാജ്യം, നളചരിതം, ഭാഷാഭൂഷണം അല്ലേ. ഇതിനകത്ത് കേരളപാണിനിയും അദ്ദേഹത്തിൻ്റെ വ്യാകരണ ഗ്രന്ഥമാണെന്ന് നമുക്കറിയാം. പിന്നെ നളചരിതം ഉണ്ണായി വാര്യരുടേതാണെന്ന് നമുക്കറിയാം. ഭാഷാഭൂഷണം അലങ്കാരവുമായി ബന്ധപ്പെട്ട കൃതിയാണെന്നറിയാം. അപ്പോൾ ഒരു മഹാകാവ്യം എന്ന ആ ഓപ്ഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത് മറ്റേതാണ്? ആംഗല സാമ്രാജ്യമാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. 16. ഗുരുവിനെ നിന്ദിക്കരുത് ഒരിക്കലും ഗുണം വരികില്ല. ഈ വരികൾ ആരുടേതാണ്? ആരെഴുതിയതാണ് ഈ വരികൾ? കുഞ്ചൻ നമ്പ്യാർ, വള്ളത്തോൾ, എഴുത്തച്ഛൻ, ഉള്ളൂർ. അപ്പോൾ ഇതിനകത്ത് പ്രാചീന കവിത്രയവും ആധുനിക കവിത്രയവും എല്ലാം മിക്സ് ചെയ്ത് ചോദിച്ചിട്ട് പറഞ്ഞിരിക്കുകയാണ് അല്ലേ ഓപ്ഷൻസ്. അപ്പോൾ ഗുരുക്കന്മാരെക്കുറിച്ച് അല്ലേ, ഗുരുവിനെ നിന്ദിക്കരുത്. അപ്പം നമ്മുടെ തന്നെ ഒരു ഗുരു ഇതിനകത്തുണ്ട്. ആരാണ് ആ ഗുരു? എഴുത്തച്ഛൻ അല്ലേ. എഴുത്ത് പഠിപ്പിക്കുന്ന അച്ഛൻ അല്ലേ, അതാണ് എഴുത്തച്ഛൻ. അപ്പം ആ ഒരു ഓപ്ഷനെ നമുക്ക് അങ്ങനെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാം. അപ്പം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, എഴുത്തച്ഛൻ എന്നുള്ളതാണ്. അടുത്തൊരു ചോദ്യം, സൃഷ്ടിയും സൃഷ്ടാവും എന്ന കൃതി രചിച്ചത് ആരാണ്? 4 പേര് ഇതിനകത്ത് ഓപ്ഷൻ തന്നിട്ടുണ്ട്. M കൃഷ്ണൻ നായർ, S ഗുപ്തൻ നായർ, കുട്ടിക്കൃഷ്ണ മാരാർ, PK ബാലകൃഷ്ണൻ. അപ്പോൾ സൃഷ്ടിയും സൃഷ്ടാവും ആ വാക്ക് രണ്ടും കൂടെ ഒരേപോലെ അല്ലേ, സൃഷ്ടി സൃഷ്ടാവ്. അപ്പോൾ അത് ആ വാക്കുകൾ എഴുതണം എങ്ങനെയാണെന്നുകൊണ്ട് നോക്കി വെച്ചേക്കണം. ചിലപ്പോൾ അതെങ്ങനെയാണ് സൃഷ്ടാവ് എന്ന് എഴുതണം എങ്ങനെയാണെന്ന് ചോദിക്കാം. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, S ഗുപ്തൻ നായരാണ്. അദ്ദേഹം ഒരു ഉപന്യാസകാരനാണ്, കവിയാണ്, ചിന്തകനാണ്, ലേഖകനാണ്. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ പ്രശസ്തനായ ഒരു സാഹിത്യകാരനാണ് S ഗുപ്തൻ നായർ. ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജളൻ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? ജളൻ അല്ലേ, നമ്മൾ ഓർക്കും ബുദ്ധിമാനാണോ എന്ന്. ബുദ്ധിമാൻ, വിഡ്ഢി, പണ്ഡിതൻ, ഭീരു. ഇതിലേതാണ് ജളൻ എന്ന വാക്കിൻ്റെ അർത്ഥം? ആൻസർ ഓപ്ഷൻ ബി ആണ്, വിഡ്ഢി എന്നാണ്. വിഡ്ഢി എന്ന് എഴുതുന്നത് എങ്ങനെയാണെന്ന് അത് നോക്കുക.
രണ്ടാമത്തെ ഡായ്ക്ക് വളഞ്ഞു കെട്ടിയുള്ള ഡായാണ് രണ്ടാമത്തെ ഡാ എന്നുള്ളത് അന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ചന്തുമേനോൻ്റെ മാസ്റ്റർ പീസായ കൃതി ഏത്? നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്, മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാണ് ചോദ്യം ഉണ്ടായിരുന്നു അല്ലേ. അപ്പം അതിൻ്റെ ആൻസർ ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. ചന്തുമേനോൻ്റെ മാസ്റ്റർ പീസായ കൃതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇന്ദുലേഖയാണ് ചന്തുമേനോൻ്റെ മാസ്റ്റർ പീസായ കൃതിയായിട്ട് വരുന്നത്. വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ, രാമപുരത്ത് വാര്യർ, എഴുത്തച്ഛൻ, ചെറുശ്ശേരി. വഞ്ചിപ്പാട്ട് പ്രസ്ഥാനം ആരാണ്? രാമപുരത്ത് വാര്യറാണ് വഞ്ചിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം എന്താണ്? സരസകവി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? ഒരു പ്രാവശ്യം പരീക്ഷയ്ക്കത് ചോദിച്ചിട്ടുള്ളതാണ്. കേട്ടറ്റ് 3 അത് ചോദിച്ചിരിക്കുന്നത്. വന്ന ചോദ്യങ്ങളൊക്കെ ഇനിയും വരാം, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്, മൂർക്കോത്ത് കുമാരൻ. മൂർക്കോത്ത് കുമാരനാണ് സരസകവി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം 22. ആധുനിക മലയാള ഭാഷയുടെ പിതാവാര്? കേട്ടറ്റ് 3യെ സംബന്ധിച്ച് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ കേട്ടറ്റ് 1കാർക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാം. പിന്നെ നമ്മൾ കരുതും ഏത് സിമ്പിളല്ലേ, കേട്ടറ്റ് 1ന് മാത്രമേ ഉള്ളൂ എന്നല്ല, 3ക്കും വരും. കാരണം നമുക്കത് സർവീസിലിരിക്കുന്ന അധ്യാപകരെ ഉദ്ദേശിച്ചുള്ള ഒരു പരീക്ഷയാണ്. അതുകൊണ്ട് ഒരുപാട് ടഫായിട്ടുള്ളതൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. അപ്പോൾ എൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, എഴുത്തച്ഛൻ. പഞ്ചുമേനോൻ, വൈത്തിപ്പട്ടാർ, സൂര്യ നമ്പൂതിരിപ്പാട് ഈ കഥാപാത്രങ്ങൾ ഏത് കൃതിയിലേതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇന്ദുലേഖ. അല്ല, സൂര്യ നമ്പൂതിരിപ്പാട് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഇന്ദുലേഖയാണെന്ന് പെട്ടെന്ന് മനസ്സിലാകും. പക്ഷേ പഞ്ചുമേനോനും വൈത്തിപ്പട്ടരും അത് മാത്രമേ ഉള്ളെങ്കിലോ നമുക്കത് ഇന്ദുലേഖയാണെന്ന് പിടുത്തം കിട്ടാൻ ശരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പഞ്ചുമേനോൻ എന്ന കഥാപാത്രം ഏത് കൃതിയിലേതാണെന്ന് മാത്രം ചോദിക്കാം. ഇന്ദുലേഖയിലാണ്. വൈത്തിപ്പട്ടർ എന്ന് മാത്രം ചോദിക്കാം. അപ്പോഴും അതേതാണ്? ആൻസർ ബി തന്നെയാണ്, ഇന്ദുലേഖയാണ്. സൂര്യ നമ്പൂതിരിപ്പാട് ഫേമസ് ആയൊരു കഥാപാത്രമാണ് അല്ലേ. അതുകൊണ്ട് അത് ആർക്കും സംശയം ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യത്തിൻ്റെ കൂടെ സൂര്യ നമ്പൂതിരിപ്പാടിൻ്റെ പേരും കൂടെ എഴുതിയത് തന്നെ. അതുകൊണ്ട് തന്നെയാണ് സർവീസിലുള്ള അധ്യാപകരെ സംബന്ധിച്ച് ഒരു ക്ലൂ അവർക്ക് കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ചന്തുമേനോൻ്റെ ഭാഷ എന്ന ലേഖനം എഴുതിയതാരാണ്? ചന്തുമേനോൻ്റെ ഭാഷ എന്ന ലേഖനം എഴുതിയതാരാണ്? ലേഖനം ഒരു ലേഖകൻ്റെ പേര് നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. എം കൃഷ്ണൻ നായർ, എസ് ഗുപ്തൻ നായർ, കുട്ടിക്കൃഷ്ണമാരാർ, പി കെ ബാലകൃഷ്ണൻ. ആൻസർ ബി ആണ്, എസ് ഗുപ്തൻ നായരാണ് ചന്തുമേനോൻ്റെ ഭാഷ എന്ന ലേഖനം എഴുതിയത്. അടുത്തത് സഞ്ജയൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന ഹാസ്യ സാമ്രാട്ട് ആരാണ്? സഞ്ജയൻ ഇ വി കൃഷ്ണപിള്ള, എം ആർ നായർ, വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. സഞ്ജയൻ എന്ന് തന്നെ വന്നിരിക്കുകയാണ് അല്ലേ. ഓപ്ഷൻ സഞ്ജയനില്ല, അതിനകത്ത് ഓപ്ഷൻ ഒന്നും തെറ്റിപ്പോയതാണ്. അപ്പോൾ ഇവിടെ സഞ്ജയൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത്, ചിലപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് അങ്ങനെ തെറ്റിച്ച് നമുക്ക് ഇടുന്നതാണ് ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ സഞ്ജയൻ എന്ന പേരിൽ സഞ്ജയൻ തന്നെയാണോ അറിയപ്പെടുന്നത് എന്നൊരു സംശയം നമുക്കുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നെ ഒരു ഓപ്ഷൻ കൂടെ ഇട്ടത്. ആൻസർ എം ആർ നായർ എന്നാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. സഞ്ജയൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ്, എം ആർ നായർ. 26ാമത്തെ ചോദ്യം. കേസരി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? കേസരി എന്ന പേരിൽ 2 പേര് അറിയപ്പെടുന്നുണ്ട്. ആരൊക്കെയാണെന്നറിയാമോ? ഒന്ന് ഇതിനകത്തുള്ള ആരാണ്? എം ആർ നായരാണോ, എ ബാലകൃഷ്ണപിള്ളയാണോ, കെ പി കേശവമാനാണോ, സി വി രാമൻ പിള്ളയാണോ? കേസരി എ ബാലകൃഷ്ണപിള്ളയാണ് കേസരി എന്ന പേരിൽ അറിയപ്പെടുന്ന. രണ്ടാമത്തെ ആളാരാണ്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ് കേസരി എന്ന പേരിൽ അറിയപ്പെടുന്നത്. 27ാമത്തെ ചോദ്യം നോക്കിയേ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏത്?
ഞാനിപ്പോൾ തന്നെ നിങ്ങളോട് കാര്യം പറഞ്ഞല്ലോ. കേസരി എന്നറിയപ്പെടുന്ന മറ്റൊരാൾ ആരാണെന്നാണ് പറഞ്ഞത്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ അല്ലേ. അപ്പോൾ അദ്ദേഹം എഴുതിയ ചെറുകഥയാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ. ആ കൃതി ഏതാണെന്നറിയാമോ? മോഡല്, വാസനാവികൃതി, ഇന്ദുലേഖ, നളിനി. ഇതിലേതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്. വാസനാവികൃതിയാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ. അടുത്തൊരു ചോദ്യം നോക്കിയേ. മോഡൽ എന്ന ചെറുകഥ രചിച്ചതാരാണ്? തകഴി, പൊൻകുന്നം വർക്കി, ബഷീർ, എം.ടി. വാസുദേവൻ നായർ. മോഡൽ എന്ന കവിത രചിച്ചതാരാണ്? ആൻസർ ഓപ്ഷൻ ബി, പൊൻകുന്നം വർക്കി. മനസ്സിലായല്ലോ. പൊൻകുന്നം വർക്കി നമ്മളെ മനസ്സിലൊന്നും വരാൻ സാധ്യതയില്ല. ഓപ്ഷൻ കാറ്റഗറി 3കാർക്ക് ഈ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ധ്വര എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? ധ്വര എന്ന് പറഞ്ഞാൽ എന്താണ്? രാജാവ്, സായിപ്പ്, മന്ത്രി, ഭൃത്യൻ. നമ്മൾക്ക് ധ്വര എന്ന് കേൾക്കുമ്പോൾ ഒരു ശബ്ദം എന്നൊക്കെ തോന്നും അല്ലേ. പക്ഷേ ധ്വര എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസറാണ് സായിപ്പ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് ആൻസറായിട്ട് വരുന്നത്. ധ്വര എന്ന് പറഞ്ഞാൽ സായിപ്പ് എന്നാണ് അർത്ഥം. വാൽമീകി രാമായണം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? വാൽമീകി രാമായണം മലയാളത്തിൽ തർജ്ജമ ചെയ്തത് ആരാണ്? ഉള്ളൂരാണോ? വള്ളത്തോൾ നാരായണ മേനോനാണോ? കുമാരനാശാനാണോ? എഴുത്തച്ഛനാണോ? രാമായണം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എഴുത്തച്ഛൻ എന്നൊക്കെ വരാം അല്ലേ. പക്ഷേ വാൽമീകി രാമായണം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് വള്ളത്തോൾ നാരായണ മേനോനാണ്. ആൻസറായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ഈ വീഡിയോ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. സ്പെഷ്യൽ കാറ്റഗറി അധ്യാപകർക്കുള്ള ടെറ്റാണ്. അതുകൊണ്ട് ഇത് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ്. ഇനിയും ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള കുറേ ചോദ്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് സഹായത്തിനായിട്ട് എത്തുന്നതാണ്.